ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9 നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂനസംഖ്യകൾ എന്ന ചാപ്റ്റർ ഒന്ന് നോക്കാം. എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂനസംഖ്യകൾ നിങ്ങൾക്കറിയോ? ഇപ്പം നിങ്ങളോട് പറയാണ്, നിങ്ങളൊന്ന് ഒന്ന് എണ്ണ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എങ്ങനെ എണ്ണുക? 1, 2, 3 അല്ലെങ്കിൽ 1, 2, 3, 4 അങ്ങനെ എത്ര വേണം നിങ്ങൾക്ക് എണ്ണാൻ കഴിയില്ലേ? അപ്പോൾ ചോദിക്കുകയാണ്, ഏറ്റവും ചെറിയ നമ്പർ 1 ആണോ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? അല്ല 0 ഉണ്ട് അല്ലേ, 0 ഉണ്ട്. 1നേക്കാൾ ചെറുതാണ് 0 അല്ലെങ്കിൽ 0 നമുക്കറിയാം അല്ലേ. അപ്പോൾ ചോദിക്കുകയാണ്, ഈ 0നേക്കാളും ചെറിയ നമ്പർ ഉണ്ടോ? അങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ പറയാം. 0നേക്കാളും താഴെയുള്ള 0നേക്കാളും ചെറിയ നമ്പേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് അവരെ നമ്പർ ലൈൻ ആക്കിയിട്ട് എങ്ങനെ എഴുതാമെന്ന് ജസ്റ്റ് നോക്കാം. ഇതാ ഞാനൊരു ലൈനോട് വെറുതെ വരച്ചിട്ടുണ്ട്. ഞാൻ നടുക്ക് കൊണ്ടിട്ട് 0 കൊടുത്തു. ഇനി 0നേക്കാളും വലിയ നമ്പേഴ്സ് നമുക്ക് എങ്ങനെ പറയാം? 1, 2, 3, 4, 5 അങ്ങനെ എത്ര വേണം നമുക്ക് പോവാം അല്ലേ. ഇനി ചോദിക്കുകയാണ് 0നേക്കാളും താഴെയുള്ള നമ്പർ. അതായത് ചില സമയത്ത് തണുപ്പ് കാലങ്ങളിലൊക്കെ ടെമ്പറേച്ചറൊക്കെ പറയുമ്പോൾ നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, നല്ല തണുപ്പാണ്, അവിടെ ടെമ്പറേച്ചർ -ആയി, നെഗറ്റീവ് ടെമ്പറേച്ചറായി, ഐസ് വീഴാൻ തുടങ്ങി, മഞ്ഞ് പെയ്യുന്നുണ്ട് എന്നൊക്കെ പറയണൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ 0°C ഇപ്പോൾ നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ താപത്തിൻ്റെ ഇളവെടുക്കുകയാണെങ്കിൽ നമ്മൾ ഐസ് പറഞ്ഞാൽ 0° ആകുമ്പോൾ നമ്മൾ ഐസ് ആവും. 0°നേക്കാൾ മേലേക്കാവുമ്പോൾ എന്തായി, ടെമ്പറേച്ചർ കൂടി വരുമ്പോൾ ഐസ് വെള്ളമാവും തുടങ്ങും. ഇനി നമ്മൾ നല്ല ടെമ്പറേച്ചർ കുറച്ച് വെച്ചാൽ നല്ല ഐസ് കട്ടാവും. അപ്പോൾ ഈ 0നേക്കാൾ ചെറിയ നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടേക്കുള്ള ഫസ്റ്റ് ആൾക്ക് ഇവിടെ +1 ആണ്. ഇവിടെ നോക്ക്, ഇത് പോസിറ്റീവ് നമ്പേഴ്സാണ്. ഇത് -1, -2, -3, -4 ഇങ്ങനെ നമുക്ക് ഇതുപോലെ എത്ര വേണമെങ്കിൽ പോവാം. അപ്പോൾ ഈ നമ്പേഴ്സാണ് നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂനസംഖ്യകൾ. ഇവരെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോണത്. മനസ്സിലായോ? ഇവരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3 ഇവരുടെ അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഇവരെ കുറിച്ചിട്ട് നമ്മൾ പുതിയതാണ് പഠിക്കുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സ് എടുത്തിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പം ഞാനിവിടെ ഇത് എഴുതുന്നുണ്ട്, ഒരു പ്രോബ്ലം എഴുതുന്നുണ്ട്. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പറഞ്ഞു നോക്കണം. ഇപ്പം ഞാൻ എഴുതാണ് 8 - 5. അപ്പോൾ 8ൽ നിന്നും 5 കുറയ്ക്കാന്ന് പറയാൻ നമുക്ക് ചാടി കയറിയിട്ട് പറയാം, എന്തായിരിക്കും? 3 എന്ന് പറയാം അല്ലേ. അതുപോലെ ഇപ്പം ഞാൻ പറയാണ് 5 - 8 എന്ന് പറയാണ്. അപ്പോൾ ഇതും ചില ബിരുദന്മാർ എന്ത് ചെയ്യും? ചാടി കയറി പറയും, ഇതെന്താ 5-ന്ന് 8 പോവാ, അല്ലെങ്കിൽ 8-ന്ന് 5, 8ഉം 5ഉം ആണ്, -ആണ്. അപ്പോൾ അതിന് ആൻസർ എത്ര വരും? 3 എന്ന് പറയും. അപ്പോൾ അതെന്താണ്? അത് തെറ്റിപ്പോവും. അപ്പോൾ ഇവിടെ നോക്കണം, ഇവിടെ എന്താണ്? 1 പ്ലസ് ആണ് അല്ലേ. 8ന്റെ സൈൻ എന്താണ്? ഇവിടെ 8 ഇവിടെ വരുന്നതാണ്, 0ക്ക് ഇപ്പുറം വരുന്നതാണ് അല്ലേ 8 അതെന്താണ്? പോസിറ്റീവ് നമ്പറാണ്. അതിൽ നിന്നും ഒരു നെഗറ്റീവ് നമ്പർ നമ്മൾ മൈനസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 8ൽ നിന്ന് നമ്മൾ സാധാ കുറയ്ക്കുന്ന പോലെ 5 കുറച്ചിട്ട് നമ്മൾ 3 എഴുതി. ഇനി ഇവിടുത്തെ കേസിൽ നോക്ക്, ഇവിടെ പോസിറ്റീവായിട്ട് തന്നിരിക്കുന്നത് 5ഉം നെഗറ്റീവ് ഏതാണ്? 8ഉം ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ എന്താലോചിക്കണം? ഒരു ട്രിക്ക് ആലോചിക്കുക. എപ്പോഴും എന്താലോചിക്കണം അറിയോ? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ചേർക്കുക. എങ്ങനെയാണ്? ഇങ്ങനത്തെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആലോചിക്കേണ്ടതാണ്, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ വലുത് ഏതാ? നമുക്ക് ഇപ്പോഴത്തെ കേസ് പറയാം. വലുതിൽ നിന്നും ചെറുത് കുറച്ച്, വലുത് 8 നിന്ന് 5 കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി അല്ലേ. വലുതിന്റെ ചിഹ്നം ചേർക്കുക. വലുതിന് ഇവിടെ പോസിറ്റീവ് അല്ലേ, ആ പോസിറ്റീവ് ഇവിടെ ചേർത്തപ്പോൾ 3 കിട്ടി. ഇനി ഇവിടെ നോക്ക്, 5 - 8. നമ്മൾ എന്ത് നോക്കുക? വലുതിൽ നിന്നും ചെറുത് കുറച്ച്, വലുത് ഏതാണ്? 8. ഇവിടെ സൈനൊന്നും നോക്കണ്ട കേട്ടോ. ആ സമയത്ത് സൈൻ നോക്ക്, വേണ്ട ചിഹ്നം നോക്കണ്ട, പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണ്ട. വലുതിൽ നിന്നും ചെറുത് കുറച്ച്, 8ൽ നിന്നും 5 കുറച്ചു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി അല്ലേ. വലുതിന്റെ ചിഹ്നം ചേർക്കുക, വലുതിന്റെ സൈൻ ചേർക്കണം. വലുത് ഇവിടെ മൈനസ് അല്ലേ, വലുതിന് 8 മൈനസ് അല്ലേ. അപ്പൊ നമ്മുടെ ആൻസറും എന്തായിരിക്കും? മൈനസ് ആവും. വലുതിൽ നിന്ന് ചെറുത് കുറച്ചപ്പോൾ നമുക്ക് 3 കിട്ടി. മനസ്സിലായോ? ഇനി നമുക്ക് വേറെ എഴുതാണേ. ഇതേപോലെ വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം 4 - 3.
ഇങ്ങനെ നമ്മൾ സാധാ ലൈഫ് 4 നിന്ന് 3 പോയാൽ ഇതൊക്കെ ആർക്കും അറിയാത്ത ഒന്നല്ലേ അല്ലേ? അപ്പോൾ ഇത് നമ്മളെ പാട്ട് വെച്ചിട്ട് നമുക്ക് വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചേർക്കുക. വലുതിൽ നിന്നും ചെറുത് കുറച്ച് 4ൽ നിന്നും 3 കുറച്ചു. വലുതിന്റെ ചിഹ്നം ഏതാണ്? 4 പ്ലസ് അല്ലേ, പോസിറ്റീവ് അല്ലേ? അപ്പൊ നമുക്ക് +1 കിട്ടി. പ്ലസ് നമുക്ക് പ്രത്യേകം ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ 3 - 4 ആണെങ്കിൽ എങ്ങനെ ചെയ്യാ? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ചേർക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ വലുതേരാ ആരാണ്? 4 ആണ്. 4ൽ നിന്നും ഇവിടെ ചെറുതേതാ? 3 കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1 കിട്ടി. അതിന് വലുതിന്റെ ചിഹ്നം ചേർക്കുക. വലുതിന്റെ ചിഹ്നം ഇവിടെ എന്താണ്? മൈനസ് അല്ലേ? അപ്പോൾ -1 കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ട്രിക്ക് വെച്ചിട്ട് ചെയ്യണം. നമുക്ക് ഇവിടെ ഇതാ ഈ 3ക്ക് നമ്മൾ x എന്ന് കൊടുത്തു, -4 നമ്മൾ y കൊടുത്തു. എക്സിൽ നിന്നും y മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? വലുതിൽ നിന്നും ചെറുത് കുറച്ചു. ഇവിടുത്തെ വലുത് ഏതാണ്? y ആണ് അല്ലേ? അപ്പൊ yന്ന് ചെറുത് കുറച്ചു, x കുറച്ചു, എന്നിട്ട് വലുതിന്റെ ചിഹ്നം ചേർത്തു എന്ന് പറയുമ്പോൾ വലുതിന്റെ ചിഹ്നം ഇവിടെ എന്താണ്? നെഗറ്റീവ് ആണ്. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മളെ റൂള്. വലുതിൽ നിന്ന് നമ്മൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ആദ്യം വലുതിൽ നിന്ന് നമ്മൾ വൈയിൽ നിന്നും x മൈനസ് ചെയ്തു, വലുതിന്റെ ചിഹ്നം ചേർത്തു. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ ഒരു റൂൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമുക്ക് കിട്ടി. ഫസ്റ്റ് ഇത് നമ്മൾ ഓർത്തിരിക്കണം. x - y -y - x. ആദ്യം y - x ചെയ്യുക, എന്നിട്ട് അതിന് മൈനസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതേ റൂൾ വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാനിത് അവിടെ 5 - 9 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 ഇവിടെ എന്താണ്? x ആക്കി എടുക്കുക, -y. നമുക്കറിയാം x - y എന്താണ്? -y - x ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അതേ വെച്ചിട്ട് ചെയ്യാം. = y ഏതാണ്? 9 ആണ്. അപ്പോൾ 9 മൈനസ് എക്സിന് പകരം എന്താണ്? 5 ആണ്. 5. അപ്പൊ എന്ത് കിട്ടി? 9 - 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ് അല്ലേ? 9ൽ നിന്നും 5 കുറയ്ക്കുമ്പോൾ 4 ഇട്ടു, പക്ഷേ ബ്രാക്കറ്റിന് പുറത്ത് മൈനസ് ഉണ്ട്, നെഗറ്റീവ് ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് -4 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ആലോചിക്കുക? ഒന്നാമത് നമ്മള് വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന് ചിഹ്നം ചേർക്കുക, അത് ആലോചിക്കുക. അതുപോലെ അത് നമുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും വരും? x - y ബ്രാക്കറ്റ് -y - x. x - y y - x. x - y നേരെ തിരിച്ചിട്ടു, മൈനസ് ഇട്ട് കൊടുത്തു. x - y y - x ബ്രാക്കറ്റ് ഇട്ടു, സൈൻ ഇട്ട് കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇത് ഫസ്റ്റ് റൂള് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് റൂളിലേക്ക് പോവാം. ഇതാ ഇങ്ങനെ വന്നു വിചാരിക്കാം. -4 ഇവിടെ നോക്ക്, ഇവിടെ മൈനസ് ചെയ്യുന്നു, ഇവിടെ പ്ലസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. -4 + 9. ഇവിടെ നമ്മുടെ റൂൾ തന്നെ, വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചേർക്കുക. അപ്പോൾ വലുത് ഏതാ? 9 ആണ്. 9ൽ നിന്നും എന്ത് ചെയ്തു? നമ്മള് ചെറുത് കുറച്ചു, 4 കുറച്ചു. അപ്പൊ എത്ര കിട്ടി? നമുക്ക് 5 കിട്ടി അല്ലേ? എന്നിട്ട് വലുതിന്റെ ചിഹ്നം എവിടെയാണ്? ഇവിടെ പ്ലസ് ആണ് അല്ലേ? 9ന്റെ സൈൻ പ്ലസ് അല്ലേ? അപ്പൊ നമുക്ക് +5 എന്ന് കിട്ടി. മനസ്സിലായോ? ഇനി അതേപോലെ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ എഴുതാണ്. നമുക്ക് എഴുതാം -6 + 2. അപ്പൊ എങ്ങനെയാണ്? വലുതിൽ നിന്നും ചെറുത് കുറച്ചു. വലുത് ഏതാണ്? 6. ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 1 പ്ലസും 1 മൈനസും. നോക്ക്, ഇവിടെ 1 പ്ലസ് 1 മൈനസ്, ഇത് പ്ലസ് ഇത് മൈനസ്, ഇത് പ്ലസ് ഇത് മൈനസ്, ഇത് മൈനസ് ഇത് പ്ലസ്, ഇത് മൈനസ് ഇത് പ്ലസ്. ഇങ്ങനെയുള്ള രണ്ടും ഡിഫറെന്റ് സൈൻസ്. 1 പ്ലസ് 1 മൈനസ്, രണ്ടും സെയിം സൈൻ ആണെങ്കിൽ ഇതല്ല, അത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പറയും. ഇത് രണ്ടും 1 പ്ലസ് 1 മൈനസ്. അങ്ങനെ വരുമ്പോ എന്താണ്? വലുതിൽ നിന്നും ചെറുത് കുറച്ചു, 6ൽ നിന്നും 2 കുറച്ചു, 4 കിട്ടി. 6ന്റെ വലുതിന്റെ ചിഹ്നം ഏതാണ്? ഇവിടെ മൈനസ് അല്ലേ? അപ്പോ -4 കിട്ടി. മനസ്സിലായോ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. നമ്മൾ ചെയ്യാണ്. -6 + 3 ആണെന്ന് വിചാരിച്ചോ. വലുതിൽ നിന്നും ചെറുത് കുറച്ചു, 6ൽ നിന്നും 3 കുറച്ചു, ആൻസർ 3 കിട്ടി. വലുതിന്റെ ചിഹ്നം ഏതാണ്? നെഗറ്റീവ് ആണ്, മൈനസ് ആണ്. അപ്പൊ നമുക്ക് -3 കിട്ടി. അപ്പൊ ഇതിനെ നമുക്ക് എക്സും വൈ ഒക്കെ ആയിട്ടൊന്ന് എഴുതി നോക്കിയാലോ. ഇവിടെ നമുക്ക് ഈ -6ന് പകരം നമ്മൾ -x + 3ക്ക് പകരം y എഴുതി = -3. നമുക്ക് എങ്ങനെ കിട്ടിയത്? y - x. അപ്പൊ നോക്ക്, y എന്താണ് ഇവിടെ? 3. 3ൽ നിന്നും -6. 3ൽ നിന്നും 6 പോകുമ്പോൾ നമുക്കറിയാം, നമ്മളിതാ ഇതേ റൂൾ വെച്ചിട്ട് അപ്പൊ നമുക്കറിയാം എന്താണ്? -3. ഇവിടെ ഇനി നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ഇതേ വെച്ചിട്ട് ചെയ്യാം. നമുക്ക് എഴുതാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതാം. -8 + 2 എന്നാ വിചാരിക്കാം.
അപ്പോൾ ഇവിടെ നമുക്ക് ഇതേ റൂൾ നമുക്ക് കൊടുക്കാം. ഇവിടെ എന്താണ് -x + y = ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത് y - x കിട്ടണം അല്ലേ. y - x കിട്ടണം. ഇവിടെ y എന്താണ് 2 ആണ്. 2 - x എന്താണ് 8 ആണ്. 2 - 8 എന്ന് പറഞ്ഞാൽ വലതിൽ നിന്നും ചെറുത് കുറച്ച് വലതിന്റെ സൈൻ ചേർക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും -6 വരും അല്ലെ. 8 നിന്ന് 2 കുറച്ചു 8ന്റെ സൈൻ ചേർത്തു -6 വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ സെക്കൻഡ് റൂൾ കിട്ടി. -x + y = y - x. ഫസ്റ്റ് x - y = -y - x. അപ്പോൾ ഇതുകൾ മാത്രം അങ്ങനെ ഒന്നും കൂടി ഉണ്ട്. അതുപോലെ മാത്രം നിങ്ങൾ എഴുതിയിട്ട് ഒരു പേജ് നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന രീതിയിൽ എഴുതി വയ്ക്കുക എന്തായാലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളെ റൂൾ എന്താണ് വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ചേർക്കുക. ഏതാണ് രണ്ട് ഡിഫറെന്റ് സൈനാണ്, രണ്ടും ഡിഫറെന്റ് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിലാണ് ഈ റൂൾ യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഒരു നെക്സ്റ്റ് ഒരു ഇതും കൂടി നോക്കാം. ഇതാ -4 - 3. ഇവിടെ എന്താ പ്രത്യേകത? ഈ രണ്ട് കേസിലും 1 + 1 - 1 + 1 - രണ്ടും ഡിഫറെന്റ് സൈൻസ് ആയിരുന്നു അല്ലെ, വ്യത്യസ്ത ചിഹ്നങ്ങളായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോ നോക്ക് രണ്ടും മൈനസ് ആണ് അല്ലെ. രണ്ട് മൈനസ് അല്ലേ, രണ്ട് മൈനസ് ആണ്. എന്താ ഒന്നും ആലോചിക്കേണ്ട, അങ്ങോട്ട് കൂട്ട് തന്നെ. കൂട്ടിയിട്ട് ഏതാണോ സൈൻ, ഇതിന്റെ രണ്ട് സൈൻ ഏതാ അത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ ഇതേപോലെ ഞാൻ എഴുതാൻ 4 + 3 കൂടി എഴുതി. ഇവിടെ നോക്ക് ഇത് രണ്ടും മൈനസ്, ഇത് രണ്ടും പ്ലസ് അല്ലെ. ഇത് രണ്ട് അപ്പോ ഇവിടെ എന്താ രണ്ടും സെയിം സൈൻസ് ആണ്, ഒരേ ചിഹ്നങ്ങളാണ്. അപ്പൊ മൈനസും മൈനസ് ആവുമ്പോ എന്ത് ചെയ്യാ പ്ലസ് ആണ് വരിക. 4 + 3 ചെയ്യാ. 4 + 3 7. എന്നിട്ട് എന്താ ചെയ്യുക ഇവിടെ മൈനസ് അല്ലേ, രണ്ട് മൈനസ് അല്ലേ, ഇപ്പൊ ആൻസറും മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പൊ -7 വന്നു. ഇനി ഇവിടെ തന്നെ 4 + 3 7. ഇവിടെ രണ്ടും പ്ലസ് ആയതുകൊണ്ട് ഇത് ശരിക്കും പ്ലസ് ആണ്. നമ്മൾ പ്ലസ് ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ ഇട്ടിട്ട് തന്നെ നമുക്കത് പ്ലസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും, പോസിറ്റീവ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ മനസ്സിലാവും. ഇനി ഒരു നമ്പർ എഴുതാണ് -2 - 6. അപ്പൊ എന്ത് വരും? രണ്ട് മൈനസ് ആണ്, ആഡ് ചെയ്തു. 6 × 2 8, അതിന്റെ മൈനസ് ഇവിടെ ഇട്ട് കൊടുത്തു. ഇനിതാ -4 - 1. രണ്ടും മൈനസ്, രണ്ടും സെയിം സൈൻ ആവുമ്പോൾ ആഡ് ചെയ്തു. 4 + 1 5 കിട്ടി. ഈ നെഗറ്റീവ് ഇട്ട് കൊടുത്തു. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് സൈൻസ് നമുക്ക് എങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി എക്സും വൈ എന്ന് എഴുതിയിട്ട് നോക്കാം. അപ്പൊ ഇവിടെ ഇതെന്താണ്? ഇതിന് പകരം നമുക്ക് -x എന്ന് എഴുതാം. -1 y എടുത്തു. അപ്പൊ നമുക്ക് എങ്ങനെ വന്നു? നമ്മൾ എന്താ ചെയ്തത്? x + y ചെയ്തു. എന്നിട്ട് അതിനൊരു മൈനസ് ഇട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ ഇത് രണ്ട് മൈനസ് ആണ്, ഇത് മൈനസ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഇതും പോസിറ്റീവ്. അപ്പോൾ രണ്ട് റൂൾ നമുക്ക് പഠിച്ചത്, ഡിഫറെന്റ് സൈൻസ് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചേർക്കണം. ഒരേ സൈൻ സെയിം സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടും കൂടി ആഡ് ചെയ്യുക, അതിന്റെ ചിഹ്നം ചേർക്കുക, സെയിം ചിഹ്നം ചേർക്കുക. ഇവിടെ ക്വസ്റ്റ്യനിലെ സെയിം ചിഹ്നം ആണെങ്കിൽ ഇവിടെ ആൻസറും സെയിം ചിഹ്നം ആയിരിക്കും. ഇവിടെ രണ്ട് മൈനസ് ആണെങ്കിൽ ആൻസർ മൈനസ്, രണ്ട് പ്ലസ് ആണെങ്കിൽ ആൻസർ പ്ലസ്. ഇവിടെ ഡിഫറൻസ് സൈൻസ് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചേർക്കുക. നമ്മുടെ റൂൾസ് നമ്മൾ ഓർത്ത് വെക്കണം. ഇത് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്താണ്? x - y ആണെങ്കിൽ -y - x, -x + y ആണെങ്കിൽ y - x, -x - y ആണെങ്കിൽ x + y മൈനസ്. അപ്പോൾ ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.